നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിനാണ് ഫ്രാൻസിലെ ടൂലസ് നഗരത്തിലെ ആശുപത്രി സാക്ഷിയായത്. പലതരത്തിലുള്ള വസ്തുക്കൾ കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലാത്തവരും അബദ്ധത്തിൽ അത് വിഴുങ്ങുക അല്ലെങ്കിൽ മൂക്കിൽ കുടുങ്ങുക, തൊണ്ടയിൽ കുടുങ്ങുക തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലതെല്ലാം തന്നെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സഹായത്തോടെ പുറത്തെടുക്കാൻ സാധിക്കും. ചിലതിനെല്ലാം തന്നെ ഓപ്പറേഷൻ അടക്കം വേണ്ടിവരുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ 24-കാരൻ്റെ മലാശയത്തിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ആർട്ടിലറി ഷെൽ കണ്ടെത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത 8 ഇഞ്ച് നീളമുള്ള ഷെൽ നിർവീര്യമാക്കാനായി ബോംബ് ഡിസ്പോസൽ യൂണിറ്റിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു. ഇത് മാത്രമല്ല, ഷെൽ നിർവീര്യമാക്കാനായി ആ ആശുപത്രി മൊത്തം ഒഴിപ്പിക്കേണ്ടിയും വന്നു എന്നതാണ് മറ്റൊരു കാര്യം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലെത്തിയ യുവാവിൻ്റെ മലാശയത്തിൽ നിന്നും ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ആർട്ടിലറി ഷെല്ലാണ് കണ്ടെത്തിയത്. യുവാവിൻ്റെ ശരീരത്തിൽ കുടുങ്ങിയ ഷെൽ സജീവമാണെന്ന് കണ്ടെത്തിയതോടെ ഷെൽ നിർവീര്യമാക്കാൻ ആശുപത്രിയിലേക്ക് ബോംബ് ഡിസ്പോസൽ യൂണിറ്റും എത്തി. ഫ്രാൻസിലെ ടൂലസ് നഗരത്തിലെ ആശുപത്രിയിലാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവം നടന്നത്. 8 ഇഞ്ച് നീളമുള്ള ഷെല്ലാണ് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. മാത്രമല്ല, ഷെൽ നിർവീര്യമാക്കാനായി ആ ആശുപത്രി മൊത്തം ഒഴിപ്പിക്കേണ്ടിയും വന്നു. എന്നാൽ യുവാവിൻ്റെ വയറ്റിൽ ഈ ഷെൽ എങ്ങനെ എത്തിയെന്നത് ഇനിയും വ്യക്തമല്ല. ജനുവരി 31-നാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് കടുത്ത ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് യുവാവ് ആശുപത്രിയിലെ എമർജൻസി യൂണിറ്റിലെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആർട്ടിലറി ഷെൽ മലാശയത്തിലെത്തിയാണ് യുവാവിനെ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും വ്യക്തമായി. മാത്രമല്ല, ഈ ഷെൽ പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടെത്തിയതോടെ ആശുപത്രി ജീവനക്കാരും നടുങ്ങി. ഷെൽ പുറത്തെടുക്കാനും പുറത്തെടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ഷെൽ പുറത്തെടുക്കുന്നതോടെ സ്ഫോടനം നടക്കുമോ എന്ന് ആശുപത്രി അധികൃതർക്ക് ഭയമായി. ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെയും അഗ്നിരക്ഷാ സേനയെയും വിളിച്ചു വരുത്തി. അപകടം ഒഴിവാക്കാൻ ആശുപത്രി ഒഴിപ്പിച്ചതിന് പിന്നാലെ ആശുപത്രിക്ക് ചുറ്റും ഒരു സുരക്ഷാ പ്രതിരോധ വലയവും സൃഷ്ടിച്ചിരുന്നു. പുറത്തെടുത്ത ഷെൽ പരിശോധനയ്ക്ക് ശേഷം നിർവീര്യമാക്കി. അടിയന്തര ശസ്ത്രക്രിയയിൽ പുറത്തെടുത്ത വസ്തു ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആർട്ടിലറി ഷെല്ലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവാവ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം ഇത്രയും അപകടകരമായ ഒരു വസ്തു യുവാവിൻ്റെ മലാശയത്തിൽ എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഷെൽ വളരെ അപകടകരമായ രീതിയിൽ കൈകാര്യം ചെയ്തതിന് ഇയാൾക്കെതിരെ കേസെടുത്തേക്കുമെന്നാണ് സൂചന. ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾക്കെതിരെ ജർമ്മൻ സൈന്യം ഉപയോഗിച്ചിരുന്ന വിഭാഗത്തിൽപ്പെട്ട ഷെല്ലാണ് ഡോക്ടർമാർ യുവാവിൻ്റെ മലാശയത്തിൽ നിന്നും പുറത്തെടുത്തത്. വിദഗ്ധ പരിശോധനയിൽ 1914-18 കാലഘട്ടത്തിലെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾക്കെതിരെ ജർമ്മൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ഷെല്ലാണിതെന്ന് വ്യക്തമായി. പിച്ചളയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച ഈ പുരാതന ഷെൽ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന സംശയമാണ് പരിഭ്രാന്തി വർദ്ധിപ്പിച്ചത്. എന്നാൽ ബോംബ് സ്ക്വാഡ് വിദഗ്ധർ ഇത് ഉടൻ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പ് നൽകിയതോടെ ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ അത് വിജയകരമായി പുറത്തെടുത്തു. പിച്ചളയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച 8 ഇഞ്ച് നീളമുള്ള ഈ മാരക വസ്തു എങ്ങനെ യുവാവിൻ്റെ ശരീരത്തിനുള്ളിൽ എത്തി എന്ന കാര്യത്തിൽ ഇന്നും ദുരൂഹത തുടരുകയാണ്. ഏതെങ്കിലും പാർട്ടിക്കിടയിൽ സംഭവിച്ച അബദ്ധമാകാം ഇതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും അതീവ അപകടകരമായ കാറ്റഗറി എ വിഭാഗത്തിൽപ്പെട്ട സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതിനും പൊതുജനത്തെ അപകടത്തിലാക്കിയതിനും യുവാവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ ഒരുങ്ങുകയാണ്. യുവാവ് നിലവിൽ അപകടനില തരണം ചെയ്ത് സുഖം പ്രാപിച്ചു വരുന്നു. പുറത്തെടുത്ത ഷെൽ ബോംബ് സ്ക്വാഡ് സുരക്ഷിതമായി നിർവീര്യമാക്കി. വിചിത്രവും എന്നാൽ അതീവ അപകടകരവുമായ ഈ സംഭവം ടൂലസ് നഗരത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്.